കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് പകല് ആരാധനയിൽ മഹത്വപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വാസ്തവത്തിൽ ടൊറൻറ്റോയിൽ ഞങ്ങളുടെ മകളുടെ അടുത്ത് കുറേ കൂടെ വ്യക്തമാക്കിയാൽ അവളുടെ പ്രസവം സംബന്ധിച്ച് എൻ്റെ ഭാര്യ ശുശ്രൂഷിക്കാൻ വേണ്ടി 2 മാസത്തേക്ക് ഞങ്ങൾ വന്നതാണ്. ഈ ഭാഗത്തേക്ക് വരാൻ യാതൊരു ചിന്തയും എനിക്ക് ആരംഭത്തിലുണ്ടായിരുന്നില്ല. ആ ഭാഗത്തൊക്കെയുള്ള സ്നേഹിതരുടെ ചേർച്ചസിലൊക്കെ പോയിക്കൊണ്ടിരുന്നു വീക്കെൻഡിൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എഡ്മണ്ടിൽ വരാൻ ഒരു ചിന്തയുണ്ടായി. പാസ്റ്റർ മനീഷിൻ്റെ അവിടെ. വാസ്തവത്തിൽ ഇങ്ങോട്ട് വരാൻ ഈ പ്രാവശ്യം എളുപ്പമല്ലല്ലോ. അങ്ങനെ അവിടെ കൊണ്ട് തീർത്ത് മടങ്ങിപ്പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ എനിക്കത് പാസ്റ്റർ ജോസഫ് മാത്യു, എനിക്കത് അവസാനമാണ് മനസ്സിലായത് ഞായറാഴ്ച ഇവിടെയാണെന്നുള്ളത്. ഞാൻ മനീഷ് പാസ്റ്റർ അവിടെ ആയിരിക്കും എന്നാണ് നേരത്തെ മാനസികമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്ററുടെ ഉത്സാഹത്തിൽ ഇവിടെ ഇങ്ങനെ വരാനും 2018 ശേഷം ഒന്നുകൂടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അന്ന് എനിക്കത് 3 ദിവസവും മറ്റോ പാസ്റ്റർ കൂടെ ഞാൻ താമസിച്ചിരുന്നു. 2-3 മീറ്റിംഗ് ഇവിടെയും വേറെ 1-2 സഭകളുമായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ എനിക്കൊന്ന് 2 മീറ്റിംഗ് മറ്റോ അല്ലെ ഒരു നൈറ്റ് മീറ്റിംഗ് ഉണ്ടായി, ആരാധനയിൽ കൂടി. അങ്ങനെ വളരെ അവിചാരിതമായിട്ടുള്ള ഒരു സംഗമമാണ് എനിക്കിന്ന് കർത്താവ് തന്നിരിക്കുന്നത്. അതിൽ ഒത്തിരി സന്തോഷം. തിരുവനന്തപുരത്തിൽ നിന്ന് അല്പം എന്നോട് ഭാഷ പറഞ്ഞു, ഇവിടെ മലയാളം അത്ര പിടിയില്ലാത്ത ചില സഹോദരന്മാരും ഉണ്ട്. പിന്നെ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന കുഞ്ഞുങ്ങൾക്കും അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ. അപ്പോൾ ഞാൻ ഇച്ചിരി ഇംഗ്ലീഷിലോട്ടൊക്കെ മാറാമേ ഇടയ്ക്ക് ഇന്നത്തേക്ക്. ഇവിടെ സാധാരണ തർജ്ജമയുണ്ടല്ലോ. ഇന്നിപ്പോൾ പാസ്റ്റർ പറഞ്ഞു സമയം ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയാ തർജ്ജമ. ആരാ ഇവിടെ തർജ്ജമക്കാരൻ പാസ്റ്റർ? ഒത്തിരി പേര് ചെയ്യുക കാര്യം അല്ലേ. നമുക്ക് ഒഴിവാക്കാം. വെൽ, നല്ലതായിരുന്നേ, പക്ഷെ ടൈം ഇല്ലല്ലോ. സോ ഐ ഷാൽ ബി bilingual to some extent. If you have your Bibles, shall we turn to Romans chapter 12. Verses 1 and 2 may be where? Romans 12, 1 and 2. Somebody? I beseech therefore, brethren, by the mercy of God, present your body living sacrifice, holy, acceptable to God, which is your... I think that will do for now. I'm going to preach on worship, right? Because this is a worship service altogether. ആരാധനയെക്കുറിച്ചുള്ള തിരുവെടുത്തിലെ നല്ല കുറേ വെളിപ്പാടിൽ കനത്ത ഒരു റെവലേഷനാണ് ഇവിടെ നമ്മൾ വായിക്കുക. The book of Romans, if you have read or you try to read, would suggest some kind of a theological difficulty. It's not an easy book to read through. Okay? The most difficult book to decipher in the whole New Testament is the book of Romans. Well, Pauline epistles are there, quite a number of them, but this is highly philosophical, basically theological, and I would say precisely Christological. And again, it has some other major implications of Old Testament comparisons. From 1 to 8, I would suggest. That is the area where Paul declares, it's kind of a declarative statement on the part of Apostle Paul, where he says that all the chapters, well, the discussions, the deliberations, and all those things in 7 chapters, it was kind of a total destruction of the Old Testament law. He says, well, by the works of the Lord, nobody can be justified. Amen. And as a closing principle, people say, well, scholars say that's the last nail on the coffin of the law. Well, it's a kind of a blow on it. And he says, as we have read already, in 8 and verse 1, he says, now there is no condemnation for those who are in Christ Jesus. Amen. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക്
ഒരു ശിക്ഷാപതിയുമില്ല. ന്യായപ്രമാണം, മോശൈക പ്രമാണം, ശിക്ഷ, ന്യായപതി, നരകമെന്നും പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ദേവദാസൻ പറയുന്നു, ഞാൻ തെളിയിച്ചിരിക്കുക മക്കളെ, ഒറ്റയൊരുത്തനെ അനങ്ങണ്ട. ഈ ന്യായങ്ങളാൽ, ഞാൻ പറഞ്ഞു വെച്ച എൻ്റെ വേദപുസ്തക ന്യായങ്ങളാൽ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാപതിയുമില്ല. Somebody shout a big hallelujah. Amen. നല്ല മ്യൂസിക്കും നല്ല പരിപാടിയും ഒക്കെയാണ് എല്ലാവരുടെയും ജെറോമിൻ്റെ, ജെറൂഷ, പിന്നെ ബാക്കി എല്ലാവരും. യു ബിൻ ഡൂയിങ് എ റിയൽ ഗുഡ് ജോബ്. നല്ല മലയാളം എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ആരാധന ഉഷാറാക്കാൻ എന്നെപ്പോലെ ഉപദേശന്മാരെ പാസ്റ്റർ ജോസഫോ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഈ സംഗീതാരാധന നല്ലതാണ്, അതില്ലെങ്കിൽ നമ്മൾ ആരാധിക്കേണ്ടി വരും. ആമേൻ. ഹേമമില്ലാതെ, ആരും ഉത്സാഹിപ്പിക്കാതെ, ഞങ്ങൾ ഉദ്ദേശിമാർ മേശയിലിടിക്കാതെ, അലറിക്കൂകാതെ, ഞങ്ങളുടെ ശീലം ഒഴിവാക്കാൻ പറ്റിയില്ല, തൊണ്ട തുറക്കാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും ഒരുവന്. ഒറ്റ കാര്യം ഓർത്താൽ മതി, എൻ്റെ ശിക്ഷാവിധി നീങ്ങിപ്പോയി. ആമേൻ. എൻ്റെ പാപഭാരം കർത്താവ് ക്രൂശിൽ എടുത്തു. ആമേൻ. ക്രൂശിൽ യേശു എനിക്കായി മരിച്ച് എൻ്റെ പാപക്കറകളെ കഴുകി മാറ്റി. ഞാനിപ്പോൾ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ആരാധകനാണ് എന്ന് ആത്മാവിൽ ഉറപ്പുള്ള രക്ഷയുടെ സന്തോഷം അകത്തുള്ളവര് ആർക്കു വേണ്ടി നോക്കിയിരിക്കാതെ ദൈവത്തെ ആരാധിക്കും. കരം പിടിച്ച് എല്ലാവരും ദൈവത്തെ എല്ലാം ശക്തമായി കരങ്ങളെ നന്നായി അടിച്ചോണം. എവിബാരി ആമേൻ. ശക്തമായി കരമടിച്ച് ഇന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ആമേൻ. I've been born to a Pentecostal family like Pastor Joseph Matthew. My father was a pastor of AG for 45 years. He's no more. It's been 24 years now. And then in our churches, not like the churches of Tony Amber, pretty good churches, whatever other areas, we are from Calicut, and extreme border of the Wynad and Calicut altogether. Tiny little villages and hamlets with all the primitive systems and things like that. I would say even the food habits, everything highly primitive. And in those tiny little hamlets, thatched roofs, dripping waters during the rainy season. We were worshiping in such situations, but again, I would categorically state that those worship services were not conducted by music, because no music at all, nothing absolutely. You simply yell out your music, you cry it out, you shout, you clap your hands like anything never before, and everybody does it because we've been washed by the blood of the Lamb. Amen. Somebody shout a big hallelujah. Amen. Amen. Your worship should be external. Your worship should be spontaneous. Your worship should be automatically, naturally coming out from within. Amen. It has no external impulse on it. It comes from within, and we spontaneously worship God because our sins have been blotted away. Amen. ആ ഒറ്റ ചിന്ത മതി ആരാധന ഉന്മാദമാക്കാൻ. നിർത്താതെ നിരന്തരം അനുസ്യൂതം അണറുകളും നാം ദൈവത്തെ ആരാധിക്കും. നേതാവിനെ പാസ്റ്ററെ ഒന്ന് നോക്കാൻ നേരമില്ല. ഇവിടെ വരുമ്പോഴേ കർത്താവിന്റെ തിരുമുഖം കാണും. ഷെക്കീന ഗ്ലോറി ഇറങ്ങി വരും. ആ നിറവിൽ, ആ മറവിൽ നാം ദൈവത്തെ ആരാധിക്കുക. ആമേൻ. അങ്ങനെ വരുമ്പോഴാ ചുമ്മാ കുത്തിയിരിക്കാൻ മേലാത്ത അത് brother, the young man, I'll have to get acquainted with him pretty soon, as he was singing and tilting and shaking and a bit dancing and things like that. That is quite natural with Pentecostal worship. I'm least bothered about any other association, affiliation, and identity. And let's forget it and say our names are different. The true light. Yeah, that's beautiful. The other one, CK, what's it? Very big one. All these English etymological implications are quite wonderful.
But again, I would say we are basically, fundamentally Pentecostals. Aren't we? We are Pentecostals. It doesn't talk about organization, association, and affiliation. Pentecostalism is primarily, etymologically, something which is burning inside. Amen. It's a volcanic eruption. It's an explosion. Amen. It's something coming out of it. It can control. You will employ your tongue, your lips, and your vocal faculties, and you might spend every tiny little trivial part of your body to worship God. എല്ലാവരും നന്നായി കൈയടിച്ച മക്കളെ, എവരിബഡി, ചെറുപ്പക്കാരെല്ലാവരും നന്നായി ശക്തമായി കരമടിച്ച് ശക്തമായി എവരിബഡി വർഷിപ്പിംഗ് ഗോഡ്, എവരിബഡി വർഷിപ്പിംഗ് ഗോഡ്. എല്ലാവരും ശക്തമായി ദൈവത്തെ ഇന്ന് രാവിലെ ആരാധിക്കട്ടെ, ശക്തമായി ആരാധിക്കട്ടെ. എല്ലാ ക്ഷീണവും പോകട്ടെ, എല്ലാ രോഗങ്ങളും പോകട്ടെ, എല്ലാ ബന്ധങ്ങളും തകരട്ടെ. In Jesus' name. Amen. ഇവിടെ ഇംഗ്ലീഷും മലയാളം കൂടെ ഉള്ളത് നല്ലതാണ് പാസ്റ്ററെ. മറ്റൊന്നുമല്ല, ഇംഗ്ലീഷ് നല്ല പാട്ടും ഭാഷയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ പഴയ പെന്തക്കോസ്തിൻ്റെ ഉഷാറ് ചിലപ്പോൾ ഇംഗ്ലീഷിനങ്ങ് നഷ്ടപ്പെടും. സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ ഇംഗ്ലീഷ് വർഷിപ്പ്. ദാറ്റ്സ് വണ്ടർഫുൾ. പക്ഷെ എന്തോ നമ്മൾ ഈ നാടൻ പെന്തക്കോസ്തിൽ ആരാധിച്ച് വന്നവരായതുകൊണ്ടേ ചിലപ്പോൾ ഒരു ചെറിയ അന്യതാബോധം തോന്നും. ഞാൻ ഇഷ്ടം പോലെ ഇംഗ്ലീഷുകാരാണ് കൂടിയിട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ ആ സിസ്റ്റം കൊണ്ടായിരിക്കും ആ ഗ്രാമീണ ചമ്പരം പടിഞ്ഞ് താഴെ ഇരുന്ന് കസേരയും സ്റ്റൂളും ഇല്ലാതെ തകർക്കൽ എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും സജീവമാണ്. ഭയങ്കര സന്തോഷമാണ്. കസേരയോട് വിരോധമില്ല. കസേര ഇരിക്കുമ്പോൾ ആൾക്കാർ ആരാധന ക്ഷീണിക്കാൻ പാടില്ല. ജോബിൻസനൊക്കെ അറിയാം ഞങ്ങളുടെ നാട്ടിലെ ആരാധനയെക്കുറിച്ച്. കസേര ഈസ് ഓക്കെ, ഇംഗ്ലീഷിൽ പറയും റിക്ലൈനിങ് ആൻഡ് റിലാക്സിങ്. ആ ഏർപ്പാടിന് വേണ്ടിയല്ല ഇവിടെ നമ്മൾ വന്നത്. ഒരല്പം വിശ്രമിക്കാൻ വേറെ വല്ലയിടത്തൊക്കെ പോകുക. ദൈവസഭയിൽ വിശ്രമിക്കാൻ ആരും വരരുത്. ദൈവസഭയിൽ യഹോവയ്ക്ക് അവരുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനാണ് വരുന്നത്. ആമേൻ. ശരീരം കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ വരികയാണ്, ശക്തി കൊടുത്ത് ആരാധിക്കാൻ വരികയാണ്. അതാ ആരാധന, അവിടെ ആ സൗഖ്യം, അവിടെ ആ വിടുതല്, അവിടെ ആ ദൈവപ്രവൃത്തി. അങ്ങനെ ആരാധിക്കാനാ ഈ രാവിലെ ദൈവസഭ ദൈവമുമ്പാകെ അടുത്തു വന്നിരിക്കുന്നത്. Amen. Well, let's look into it. I think it talks about worship very explicitly. Now, there is a time constraint, I know. Well, that's fine, but I'll try to tell you as much as I can this morning as per the guidance of the Holy Spirit. Well, when you talk about the worship service, this kind of a correction that we need to have in a Malayalam reading of it. നിങ്ങൾ ബുദ്ധിയുള്ള, അങ്ങനെ വായിക്കുന്നല്ലോ വർഷങ്ങളായിട്ട്. ബൈബിളൊന്നും നമ്മളിനി തർജ്ജമ മാറ്റണ്ട. പക്ഷെ തർജ്ജമകൾക്കകത്ത് ചിലപ്പോൾ ചെറിയ അവിടുത്തെ ലിമിറ്റേഷൻസ് വരും, ചെറിയ. That's why we go to Hebrew, to Syriac, to Aramaic and Greek and things like that, to look into the originals to get the real meaning of it. That's good. That's very good. Sometimes it might help us out in our discussion and our hermeneutical principles of our communication. Now, ബുദ്ധിയുള്ള ആരാധന പ്രയോഗം ഈ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സംഗതി അല്ല. പകരം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ എന്താ പറഞ്ഞത്? acceptable worship, a spiritual, that's it, spiritual service. You understand? Our worship service is a spiritual service. It has nothing to do with your intellect. Well, we sing with now. These youngsters who played the drums, the percussion, the keyboard, and all those things. Well, they will learn it. They don't simply jump into and then begin to play. No, you take time to learn it. Okay, to be graded, to be upgraded. People who learn it, it's not the first time they're doing it. They've been doing it for a long time. You understand? You need training. You need to employ your intellectual capacities, your thought patterns,
And all those categories can be positively employed in a worship service. But again, ultimately speaking, in Christian Pentecostal services, we don't use our intellect pretty much. I think now I always use notes, Pastor Joseph. You have notes when you preach? But that's the teaching of the Bethel Bible Call. We keep our notes all the time. All right. But some people would simply preach and preach on and on. That's okay. If you are under such an anointing, that's fine. Many times we lack it. So we use a bit of notes. And we prepare it, don't we? Pastor Joseph and I can preach today and get home tomorrow. Pastor Joseph has been here for the last many years. Every Sunday, every fasting prayer. How many are the messages that he needs to preach and prepare? You understand? So we use our intellect also to study, to read, and ഇപ്പോൾ പുതിയ സംവിധാനം ഉണ്ട്. അത് വെച്ച് പ്രസംഗിക്കാൻ പറ്റിയല്ല. പക്ഷെ ChatGPT-യോ ഗ്രോക്കോ ജെമിനിയോ ഒക്കെ കുറേശ്ശെ എന്നെ പോലത്തെ കിളവന്മാർ പോലും ഇത് മറിക്കുന്നവരാ. It's a bit of information. I tell you, it's a wonderful source of information to some of the interpretations, which library ഉണ്ട് പാസ്റ്ററെ. പക്ഷെ അതെല്ലാം തപ്പിയെടുത്ത് മറിക്കണ്ടേ? അതിന് പകരം ചുമ്മാ പെട്ടെന്ന് സംഗതി കയറി വരും, കമൻട്രി എല്ലാം കൂടി കയറി വരും. Understand? When you can use it positively, negations are too many, but positive use of all the facility is good. ബുദ്ധി വേണ്ടെന്നല്ല, പക്ഷെ ആരാധനയിൽ ബുദ്ധിയുടെ പ്രയോഗം നടക്കത്തില്ല. പ്രസംഗരോട് ചോദിക്കുക, എന്നോട് ചോദിക്കുക, കുറിച്ചുമൊക്കെ പോയിന്റും പറഞ്ഞോട് തുടങ്ങും, തീരുമ്പോൾ ഈ സാധനമൊന്നും കാണത്തില്ല. Because the Holy Spirit will lead you. And that is worship. Amen. പഠിച്ചത് പാടി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് വായിച്ച് നിർത്തുന്നത് ഇംഗ്ലീഷ് പ്രസംഗം അങ്ങനെ ചെയ്യാം. നമുക്ക് പറ്റത്തില്ല. നമ്മൾ കുറെ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നമ്മുടെ സിസ്റ്റം എല്ലാം പൊളിയും. ആമേൻ. പറയാൻ വിചാരിച്ച് കുറിച്ചുകൊണ്ട് വന്നത് പിന്നെ കാണത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. എന്താണ് വർഷിപ്പ്? ഇവിടെയുള്ള മറുപടി മറ്റെന്തിനേക്കാൾ ദൈവത്തിന് പ്രസാദമുള്ളതാണ് ആരാധന. ഞാൻ 6 വേർഷൻസ് നോക്കിയിട്ടുണ്ട് ഈ പ്രയോഗത്തിന്. ബുദ്ധിയുള്ള ആള് ഏറ്റവും എളുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയത് റൈറ്റ് വർഷിപ്പ്. അവൻ യഹൂദൻ്റെ അല്ല, പൗരാണികതയുടെ അല്ല, സമുദായ സഭയുടെ പാരമ്പര്യമല്ല. ശരിയായ ആരാധന എന്താണോ അത് അർപ്പിച്ച് ആരാധിക്കലാണ്. ആരാധനയ്ക്ക് 3 ഘടകങ്ങളുണ്ട് പ്രിയരെ. ഞാനെല്ലാം പറയണമെന്നില്ല. 1, ആരാധന അർപ്പണമാണ്. 2, ആരാധന അനുഭവമാണ്. 3, ആരാധന ആത്മാവിലാണ്. You understand what I'm talking about? ഈ 3 എലമെന്റ്സ് അതിൻ്റെ പ്രോപ്പർ അമാൽഗമേഷൻ ആണ് ശരിയായ ആരാധന. You worship God, kind of a comprising. It's a mixing up. It's I would say a beautiful symmetry of your arrangement. Would suggest a worship which can be received, a worship accepted, a worship which God would suggest is a reasonable service, is a right worship, and I'm pleased in that worship. പ്രിയപ്പെട്ടവരെ, ദുഃഖവും ഭാരവും വേദനയും പേറി മുഖത്തൊരു ഗ്ലാനിയൊക്കെ വെച്ച്, ഗ്ലാനി മനസ്സിലായോ പോട്ടെ, മുഖം കരുവാളിച്ചൊക്കെ ഇരുന്ന് യോഗത്തിന് വരും. എല്ലാവർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പാസ്റ്ററെ, കുഞ്ഞുങ്ങളെ കഴിഞ്ഞ് ഞാനും അവരുടെ കൂടെ കരഞ്ഞു. ഈ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം, ക്ലോസ് വർക്ക് പെർമിറ്റ്, ഭാര്യയും പിള്ളേരും നാട്ടിൽ 4 കൊല്ലമായി മക്കളെ ഒരു പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ ദിവസം. എനിക്കും സങ്കടം വന്നു. നിങ്ങൾക്കറിയാം അതിൻ്റെ ചാലഞ്ചസ് അല്ലേ? ഭാരവുമായിട്ടാണ് പലരും ആരാധനയ്ക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പാസ്റ്റർ ജിജിയോ ഞാനോ, എന്താ ബ്രദറെ മുഖത്തൊരു അന്ധകാര ശക്തി, ബന്ധനങ്ങൾ തകരട്ടെ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ബന്ധനമല്ല. ഒക്കെ കൂടി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവദാസൻ. യു അണ്ടർസ്റ്റാൻഡ്? മുഖത്ത് പ്രയാസമുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ എന്താ മോനെ എന്ന് ഫോണിൽ വിളിക്കുകയോ, ഞാൻ കൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഓക്കെ, ഓർ യു കം ടു മൈ ഹൗസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ പാസ്റ്ററൽ മിനിസ്ട്രി.
അല്ലാതെ ഈ പുൾപ്പിറ്റും മൈക്രോഫോണും ഏർപ്പാടും ഒക്കെ വെറും ചെറിയ കാര്യമാണ്. കർത്താവ് ഒരാളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കുന്നത് പാവപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ്, തകർന്നവൻ്റെ മുറിവ് കെട്ടാനാണ്. To declare and preach healing as Jesus did, to liberate the bound and slaves. That is the ministry. പരമസാധുവിൻ്റെ കണ്ണീരൊപ്പാനും വർത്താനം ഒത്തിരി പറഞ്ഞ് വലിയ പ്രസംഗം കാച്ചാതെ സാധുവിനെ തോളത്ത് ഒന്ന് തട്ടാനും ചിലപ്പോൾ മണിക്കൂറുകൾ ചുമ്മാ അടുത്തിരുന്ന് കരം പിടിക്കാനും കഴിയുന്നതാണ് ആത്മീയ ശുശ്രൂഷ. കരമൂർത്തി എല്ലാവരും സമർപ്പിച്ചാട്ട്. ദാറ്റ്സ് മിനിസ്ട്രി, ദാറ്റ്സ് വർഷിപ്പ്. ജാടകൾ, അവതരണങ്ങൾ, അഭിനയങ്ങൾ, ഒച്ചപ്പാട് ബഹളങ്ങൾ, പൊയ്മുഖങ്ങൾ, അതല്ല ശുശ്രൂഷ, അതല്ല ആരാധന. സങ്കടത്തോടെ വന്നവർ, വേദനയോടെ വന്നവർ, കർത്താവെ എന്താ ചെയ്യേണ്ടതെന്ന് തകർന്നു വന്നവർ ആരാധിക്കുമ്പോൾ ആമേൻ ദൈവശബ്ദം കേട്ട് മടങ്ങണം. ആമേൻ ആത്മാവ് തൊടണം, കർത്താവ് ഇടപെടണം, രോഗസൗഖ്യം സംഭവിക്കണം, മുറിവുകൾ. എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. Everybody worshiping God, everybody. എല്ലാവരും ദൈവത്തെ ശക്തമായി ഇന്ന് രാവിലെ ആരാധിക്കട്ടെ. ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ നാമം ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. വിടുതൽ സംഭവിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. ശാന്തനര ഖബരിദല ദിഗാരി ജാനാരിദലെ ഹൗഡബലബഷേസ്. That is worship, precisely speaking. Shumam, it's not simply a gathering. You don't call it a gathering. Okay? It's not a time of fellowship and fun. എൻ്റെ മോളുടെ 8 വയസ്സുകാരനും 6 വയസ്സുകാരി പെൺകുട്ടി പറഞ്ഞ് പള്ളിക്കൂടി ചർച്ചിൽ പോയിട്ട് വന്നിട്ട് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. പിള്ളേരുടെ ഏർപ്പാടാണ്. അവിടെ വല്ല തിന്നാനൊക്കെ കൊടുക്കുവേ. പിന്നെ പ്രസംഗിക്കുമ്പം പിള്ളേർ അതിലേക്ക് അപ്പുറത്തോട് മാറി കളിക്കും. a lot of fun. പിള്ളേരായിക്കോട്ടെ, നമുക്കത് പറയാൻ പറ്റത്തില്ല. It's not a place of fun. Church, ഒരു സ്കോളർ പറഞ്ഞ, പക്ഷേ ഞാൻ ഒക്കുന്ന പോലെ പറഞ്ഞങ്ങ് നിർത്തുവേ സമയമാകുമ്പോൾ. ഒരു സ്കോളർ പറഞ്ഞതാണ്, church is not a supermarket. Church is not a lecture hall in the university. Church is not a drama theater. Church is not a social club. You understand? You don't come to the church to exhibit your new clothing and your suit and things like that. Hey, can you see me? Can you watch me wearing a new piece of cloth today? പുതിയ തുണി കൊടുക്കുന്നവർക്ക് അങ്ങനെ തോന്നും. In your brand new car or expensive automobile there in the parking, and you want people to see that and say, well, he hasn't commented anything on it. It's not a place of exhibition. Pastor Joseph Matthew would stand here and preach, as in the university class back in India. You come or sit on, you take notes down, or you simply make, what is maybe the flight-like thing, Pastor, bird-like thing out of the paper. We have done that earlier. And then, throw on the lecturer. It happens always. This is not another lecture hall where you come, if you want, you take down notes, or you forget it and make an attendance. No, it is not. It's not wise man's club or social club. You understand? It's not a theater when a few people enact a drama like Hamlet and Othello and Midsummer Night's Dream and things. I've studied many of them. It's not a situation of a theater when you come and sit and recline and enjoy a drama. Pastor and others would do something on the stage. You watch it and go home. No, it is not a place to enjoy things like that. Another thing I read the other day, it's called a church. Church is not a people to be entertained. It is an army to be empowered. Somebody shout a big hallelujah. Amen. It's a place we need to be empowered. God's people are an army to be empowered for the ministry.
It's not a place of entertainment. You laugh and you smile and clap your hands and you enjoy. No. You can have other places to do it, not in the church. Here, you have come with a major purpose of worshiping God and worshiping God alone. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ, ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മാത്രം ആരാധിക്കാൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ. കർത്താവേ, എനിക്ക് വയ്യാന്ന് ഇരിക്കാനല്ല, എനിക്ക് ക്ഷീണമുണ്ട് കർത്താവേ, രോഗമുണ്ട്, കോച്ചും കൊളുത്തും ഒക്കെ ഉണ്ട് കർത്താവേ. പക്ഷെ ഞാൻ വിശ്വസിക്കുക, ആരാധിക്കുമ്പോൾ അതിന്മേൽ പരിഹാരമുണ്ട്, അതിന്മേൽ സൗഖ്യമുണ്ട്. Put your hands together. Give him a very big clap offering. Everybody. ശക്തമായ ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധന മധ്യ ബന്ധനങ്ങൾ തകരട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. Everybody. ശക്കന റിഗജ രമന രജലകെ റിബ ശക്കനര ദീവല ദിമന ഹതിരികേസ്. So worship is primarily a sacrifice. അങ്ങനല്ലേ വായിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയുമുള്ള യാഗമായി. It's a sacrifice. Worship is a sacrifice. Well, in the Old Testament, you have implications and demonstrations of it. Quite a number of them. And many sacrifices of the bulls, of the rams and the lambs and the birds and the doves and things like the pigeons. Everything was offered according to the finances that we have, right? And it's been recorded. Thousands of years, sacrifices were offered to the Lord. But in the New Testament, as we've been made the royal priesthood. Pastor Joseph Matthew, in an ordained minister of the Assembly of God, he is not a priest. He is a pastor. Amen? He is a pastor. Everybody belongs to the royal priesthood of God. Amen. Man can worship, woman can worship, child can worship. Everybody that's been washed by the precious blood of the Lamb can worship, and he or she is part and parcel of the royal priesthood of God. ആ കരം ഒന്ന് ഉയർത്തി ദൈവത്തെ എല്ലാവരും സ്തുതിച്ചാൽ ശക്തമായി സ്തുതിക്കട്ടെ പ്രിയരെ. ചുമ്മാ ഇരുന്ന് മടങ്ങാൻ വന്നവരുടെ ദൈവത്തിന് മക്കള് ദൈവത്തിന് യാഗം കഴിക്കാൻ വന്നതാണ്. And the primary offering would be, as the reading of this text, is your body. അങ്ങനല്ലേ വായിക്കുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശരീരത്തെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ. അതുകൊണ്ടാണ് പെന്തക്കോസ്തിൽ അടിച്ച് തകർത്ത് കൈയടിക്കുന്നത്. പാട്ടിന് ഈ കയ്യടി ഉണ്ടെങ്കിലേ ഉഷാർന്നൊന്നുമില്ല, പണ്ടതേ ഉള്ളായിരുന്നു. പക്ഷേ കൈ അടിക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കൈയടിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എഡ്മണ്ടിൽ ഒരാൾക്ക് കൈ കൊടുത്തേ. ഇപ്പം പുള്ളി പെട്ടെന്ന് കൈയെ കയറി പിടിച്ചു. പാഷേ നല്ല പണിക്കാരനാണോ? ഞാൻ പറഞ്ഞു അതെ. പണിയെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറമ്പിപ്പണി. ബൈബിളിൽ പിടിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ആദ്യം ഇത് മുഴുവൻ തൂമ്പ, കോടാലി, മഴു, പിക്കാക്സ് പിടിച്ച കൈകളാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ചെറുപ്പത്തിലേ പണിയെടുത്ത് ജീവിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് എനിക്കിപ്പം കൈയടിച്ച പൊട്ടുക, ചിലർക്ക് പെട്ടെന്ന് പൊട്ടും. എന്താ പൊട്ടാൻ പറ്റുകയല്ലേ? എല്ലാ ഭാഗത്തെല്ലാം നേരത്തെ അങ്ങനെ തഴമ്പിച്ച് കിടക്കുക. ഞാൻ പിന്നെ അതുള്ളത് കൊണ്ട് തകർത്ത് ദൈവത്തെ അങ്ങ് ആരാധിക്കും കൈയടിച്ചിട്ട്. കാരണം പ്രിയരെ, ഈ ശരീരം ദൈവത്തിൻ്റെ വകയാണ്. ആമേൻ. എൻ്റെ ആരോഗ്യം, എൻ്റെ അസ്തിത്വം, എൻ്റെ സൗഖ്യം, ബ്രദർ പറഞ്ഞ പോലെ എൻ്റെ വിടുതൽ, എനിക്കിന്ന് രാവിലെ ഉള്ള ആയുസ്, എൻ്റെ ഈ നിൽപ്പ്, ആമേൻ, every mobility and momentum of my whole existential principle, amen, my body, my physiological reality, every part of it should be totally committed for the glory of the Lord. ആമേൻ. കുരുങ്ങിയിട്ടില്ലല്ലേ? Okay. Should be careful. എല്ലാവരോടും ഞാൻ പറയാണ്, ശരീരം കർത്താവിൻ്റെ വകയാണ്. Biologically, physiologically, people might suggest that your body
is mainly contributed by your parents to some extent. But I say, without the programming of God, without Him deciding your destiny, you cannot have a human existence. You understand? And this body, Lord, everything that I have today, I work in the company, factory, in the hospital, wherever I'm pleased, I do it. I make money, I make my bread, that's good. But much more than that, my existence this morning, as I'm able to come to the church and worship Him, okay, this is because of His grace and His grace alone. കരമുട്ടി എല്ലാവരും ദൈവം സ്തുതിച്ചാട്ടെ. എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ്, എൻ്റെ സൗഖ്യം, എൻ്റെ ശരീരം, എൻ്റെ സെല്ലുകൾ, എൻ്റെ വാട്ടർ മെറ്റബോളിസം, ഇതെല്ലാം കർത്താവിൻ്റെ കരുണയാണ്. ഞാൻ കിടക്കേണ്ടതാ, പക്ഷെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുക. ഞാൻ ഇരിക്കേണ്ടതാ, ദൈവം നിർത്തിയിരിക്കുക. ആമേൻ. എൻ്റെ ഓരോ ചുവട്ടടിയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് ശരീരത്തെ അർപ്പിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. എവരിബഡി, എല്ലാവരും ശക്തമായി കരമടി ശരീരം കൊടുത്ത് കർത്താവിന് ഈ എല്ലാവരും as a living sacrifice, എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശരീരം തന്ന ദൈവത്തെ ഇന്ന് രാവിലെ എല്ലാവരും ആരാധിക്കട്ടെ. ബലം തന്നവനെ, സൗഖ്യം തന്നവനെ ഈ രാവിലെ എല്ലാവരും ആരാധിക്കട്ടെ. ശരബഹദോരേകേ നാളത്തെ കാര്യം അറിയാമല്ലോ പ്രിയരെ. എൻ്റെ ഭാര്യ റോസമ്മ മോടെ കൊച്ചു കുഞ്ഞിനെയൊക്കെ നോക്കി കേംബ്രിഡ്ജിലുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് പോകായതുകൊണ്ട് പരമാവധി നോക്കാൻ ഞാൻ പറഞ്ഞിരിക്കുക. 2 മാസം കഴിഞ്ഞ് പോകണം. അവൻ ഇനി 15 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നാളെ വെളുപ്പിനെ പാസ്റ്റർ ജോസഫ് മാത്യു എന്നെ ഇവിടെ എയർപോർട്ടിലാക്കും, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ 7 മണിക്ക് ഫ്ലൈ ചെയ്യും, കർത്താവ് സഹായിച്ച. ഫ്ലൈ ഇൻ ദ ഫ്ലെയർ, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും പോയി എൻ്റെ ഭാര്യയെ കാണുന്നത് നമുക്കൊരു വലിയ സന്തോഷമാണെങ്കിലും യാതൊരു ഉറപ്പുമില്ല. റിയലി സ്പീക്കിങ്, ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇന്ന് ഈ സംസാരത്തിന് എനിക്ക് കരുത്ത് ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ തൊണ്ടയുടെ പതർച്ച, പ്രായമായില്ലേ, എത്ര കാലമല്ലേ പാസ്റ്റർ ജിജി ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയാൻ മേല. ഈ മാതിരി ഒച്ചപ്പാടും ബഹളമായിട്ട് ഐ ഡോണ്ട് നോ. എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്. അവിടെ ലഭിച്ച അവസരം ചൊവ്വേ ദൈവത്തെ ആരാധിച്ചോണം. ലഭിച്ച ശക്തി കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. സ്തുതിക്കാൻ അവസരമുണ്ടെങ്കിൽ തകർത്ത് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കണം. പാടാൻ സമയമുണ്ടോ 1-ാം ക്ലാസ്സായി പാടി ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്, എൻ്റെ ശരീരം കർത്താവിൻ്റെ വരദാനമായതുകൊണ്ട് തന്നവനെ സ്തുതിക്കുകയാണ് ഈ ആയുസിൻ്റെ ലക്ഷ്യം. മറ്റെന്തിനേക്കാൾ എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗഖ്യം ദൈവം തന്നതാ. അങ്ങക്ക് ഞാൻ ശരീരം കൊടുത്ത് അങ്ങേ ആരാധിക്കാൻ പോകുകയാണ്. There's another verse in the Bible connected with this, 2 Corinthians 6:20, I presume. നോക്കിയാട്ടെ. I'm sorry, this is 1 Corinthians. 1 Corinthians 6:20 ഒരാൾ വായിച്ചാട്ടെ. That's it. എവിടെയാ പാസ്റ്റർ ഇത്? സാധനങ്ങളായതുകൊണ്ട് ഒറ്റ വാക്യം, മുൻവാക്യം സമയം പോലെ നോക്കിക്കോണേ. അവിടെ കൊരിന്തില് പഴയ കാലത്ത് ഇംഗ്ലീഷിൽ 2 Corinthian eyes എന്ന ഒരു ഫോമുണ്ട്. 2 Corinthian eyes. കൊരിന്ത്യൻ എന്നൊക്കെ പറഞ്ഞ ഇംപ്ലിക്കേഷൻസ് റോങ് ആണ്. കൊരിന്ത്യനൈസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായി ജീവിക്കുക എന്നർത്ഥം. ബിക്കോസ് എവരിബഡി ഇൻ കൊരിന്ത് would lead a loose life. You understand in those days? അങ്ങനെ വൃത്തികേടിൻ്റെ, മ്ലേച്ഛതയുടെ, ലൈംഗിക ആസക്തിയുടെ ഒരു വല്ലാത്ത കേന്ദ്രമായി കൊരിന്ത് മാറിയിരുന്നു. അതുകൊണ്ടാണ്
ടു കൊരിന്ത്യനായ്സ് എന്ന ഒരു ഇംഗ്ലീഷ് യൂസേജ് പോലെ ആ ഗ്രീക്കിൻ്റെ ഇംഗ്ലീഷ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ നാട് മോശമാണ്, പെസകാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പെസക് പറഞ്ഞ് ഉഴപ്പാൻ നമുക്കാർക്ക് അനുവാദമില്ല മക്കളെ, ചെറുപ്പക്കാരെ. നാട് മോശമാണ്, പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. സമർപ്പിച്ചാട്ടെ എല്ലാവരും ഇന്ന് രാവിലെ, അവൻ എല്ലാവരും സമർപ്പിച്ചാട്ടെ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ആ റെക്കഗ്നിഷൻ ഉണ്ടെങ്കിൽ, അടുത്ത വാക്യം, if you understand and recognize, and if you take it in and say that my physical existence, my body is a gift from the Lord. This is not of me, it is of the Holy Spirit. Holy Spirit is residing in me എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് ദൈവത്തെ ആ വാക്യം എല്ലാവരും ഏറ്റെടുക്കണേ. ആരാധിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ശബ്ദമാണെങ്കിൽ ശബ്ദം, കയ്യടിയാണ് കയ്യടി. ചിലപ്പോൾ ഓർക്കും പാസ്റ്ററെ മുഖത്തൊരു നല്ല പുഞ്ചിരി വെച്ചാലും മതി. യു ക്യാൻ ഇമ്പാക്ട് യുവർ ജനറേഷൻ. നഴ്സുമാരെ, ജോലിക്കാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ വാക്കിൻ ചെയ്യുമ്പോഴേ ചിലയിടത്തിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ദുഃഖവും ഭാരവും വേദനയൊക്കെ ഉണ്ടെങ്കിലും ദൈവം തന്ന സന്തോഷം മുഖത്തൊന്ന് സ്ഫുരിച്ചിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ കയറി ചെന്നാൽ തന്നെ രോഗികൾക്ക് സൗഖ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. That's kind of a psychological treatment, right? ഈ കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ പാസ്റ്റേ, എയർപോർട്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് നിർത്തണമല്ലോ. ഐ എം ക്ലോസ്. എയർപോർട്ടിൽ പോയപ്പോഴേ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ആൾക്കാരുടെ പെരുമാറ്റം, ഈ TSA എന്നാണ് പറയുന്നത്, നമ്മുടെ ആ സംഗതി എത്ര മാന്യമായി ഇടപെടുന്നവരുണ്ട്. 2 യുവതികളെ കണ്ടു, ആഫ്രിക്കൻ അമേരിക്കൻസാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ മുഖത്ത് എന്ത് പറ്റി, രാവിലെ ആരാണ്ട് വഴക്കുണ്ടാക്കിയതാണോ, ഈ മുഖം അങ്ങോട്ട് വല്ലാതെ പിടിച്ച് ഒരു ചിരിയില്ലാതെ അവർ വർത്താനം പറയുമ്പോഴോ വെരി റൂഡ് ആൻഡ് റഫ്. ഒരു സായിപ്പ് പറയുന്നത് കേട്ടു, ബിഹേവ് യുവർസെൽഫ്. അങ്ങനെയാണ് ഒരു പബ്ലിക് പണി. 1000 പേരെ ദിവസവും കാണുന്നവരല്ലേ. അതിന് പകരമാണ് ഞാൻ ആത്മാവിൽ പറയുന്നത്, പിണങ്ങി വഴക്കമുണ്ടാക്കി ഓടി ഭ്രാന്തെടുത്ത് ചെന്ന് പിന്നെ എല്ലാ രോഗികളെയും മറിച്ചിട്ട്, ഇതല്ല ദൈവം നമ്മളെ വിളിച്ച അതിനു വേണ്ടിയല്ല. I would say even without medication, okay, without your injections and consultation, without your IV and experiments, by the very virtue of your ministerial position as nurses. Nursing is a basic ministry, you understand? It's not just for money. You do it as a ministry. Amen. And you talk to people. You maintain a smile on your face. Okay? മുഖമൊക്കെ നന്നായി പുട്ടപ്പ് ചെയ്ത് കുട്ടപ്പനാകുന്ന ഏർപ്പാടല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് അതില്ലെങ്കിലും ദൈവം തന്നൊരു ഷക്കൈന ഗ്ലോറി ഓൺ യുവർ ഫേസ്. കരമുത്തി എല്ലാവരും സമർപ്പിച്ചാട്ട്, I need a Shekinah to descend on my face, in my demeanor. And every moment that I have, I can impact my generation. Amen. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. പഴയ പാട്ടുണ്ട്, make me a blessing to someone today. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പണിക്ക് പോകാൻ. കർത്താവേ, ഇന്ന് ചിലർക്കെങ്കിലും എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കയ്യൊരുത്തി എല്ലാവരും സമർപ്പിച്ചാട്ട്. The Lord is going to make you a blessing to someone. Because you and I are transformed individuals. ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ആൻഡായി പറയേണ്ട കാര്യമില്ലല്ലോ, പഴയൊരു ഇംഗ്ലീഷ് ടീച്ചറും കൂടെ ആയിരുന്നു. You transcend every limitation that you have. Amen. ഒത്തിരി പ്രശ്നമുണ്ട് പാസ്റ്റേ, എല്ലാം പരിഹരിച്ചിട്ടല്ല, but you transcend your situations. That's a revolutionary thing that you do. You transcend every challenge. Amen. നിർത്താം. പഴയൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ഇംഗ്ലീഷ് പാട്ടുകാരെ, ആരാ, ജെറൂഷയൊക്കെ അല്ലേ, എന്താ അതിപ്പോൾ ഇല്ല മോനെ, ഒരു ഹിറ്റ് ഇംഗ്ലീഷ് പാട്ട്, യു ട്രേഡ് യുവർ സോൾസ് ഓർ സംതിങ് ഇല്ല മോനെ, എന്താ അത്,
ട്രേഡിങ് യു റൈറ്റ് ട്രേഡ്. എനിക്ക് അന്ന് കേട്ടപ്പോൾ ഞാൻ എന്തുകൂടെ കച്ചവടം ഇതിനകത്തുള്ളൂ. You trade and you buy something else, right? Every negative thing you trade out, you sell off, and you buy happiness and joy and gladness, everything you buy it from the Lord. You trade your sorrows. പഠിക്കാൻ മക്കളെ ഒരു ശീലം പാടിക്ക് തുടക്കം. ഇടാ ജെറോമേ പാടിക്ക്. ആരാ പാടുന്നത്? അല്ല ഇങ്ങോട്ട് വരണ്ട, ചുമ്മാ അങ്ങ് പാട്. അറിയാവുന്നവർ ആം ട്രേഡിങ് പറഞ്ഞ പാടിക്കേ. ഒരാൾ തുടങ്ങിയേ. നല്ല അർത്ഥം. പക്ഷെ നിങ്ങൾ പാടുന്ന കേട്ട യു ആർ ബൈയിങ് ദ സോറോസ്. You don't trade it anymore. You trade your soul. That's beautiful. That's what we're talking about. It's very positive. I would say, yes, we have calamities, we have negations, we have adversaries, we have situations, confrontations, abductions, accusation, and everything of the negative connotation we go through. But by God's grace, as I worship the Lord, I trade it away. Amen. I buy joy, I buy happy. Everybody put your hands together. Everybody put your hands up. ദൈവത്തെ ആരാധിച്ചത് എല്ലാവരും ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഭാരമിറക്കി വെക്കാനും കണ്ണീർ കർത്താവിന് തൃക്കരം കൊണ്ട് തുടച്ചു മാറ്റാനും ലോകത്തിൽ ആർക്കും കഴിയില്ല. പക്ഷെ യേശു കണ്ണീർ തുടയ്ക്കും. എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് 7 വയസ്സ്. അമ്മയെ ഞാൻ ഓർക്കുന്നേ ഇല്ല. 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചതാണ്. അതുകൊണ്ട് അമ്മയെ ഓർക്കുന്നില്ല. പിന്നെ വന്ന അമ്മമാരോട് ഇഷ്ടവുമില്ല. എനിക്കൊരമ്മയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മനസ്സിൽ അങ്ങോട്ട് പെരുത്ത സന്തോഷം വരുന്നില്ല. അമ്മായിമ്മ വന്നപ്പം വൈഫ് പറഞ്ഞു ഭയങ്കര ഏർപ്പാടാണ്. നത്തിങ് അബ്സല്യൂട്ട്ലി. മലയാളത്തിൽ ഇപ്പോൾ ചൊല്ലുണ്ട്, ഉപ്പിലിട്ട് ഉപ്പോളം വരുമോ ഉപ്പിലിട്ട്. അതാ ഇവിടുത്തെ സംഭവം. അതുകൊണ്ട് മദേഴ്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്കിഷ്ടമില്ല. യു ഓൾ എൻജോയ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ദുഃഖങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുള്ളപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ എന്നെ വേട്ടയാടും. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാസ്റ്റർ ജോസഫ് എല്ലാ പിള്ളേരും അമ്മയുടെ വലിയ കാര്യം പറയും. ഞാൻ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും. എല്ലാ അമ്മമാരും കത്തെഴുതും, മോനെ എപ്പോഴാടാ വരുന്നത്? ഓണത്തിന് വരുവേലേടാ. എൻ്റെ അപ്പം പറഞ്ഞ നീ വലിയ അവധിക്ക് വന്നാൽ മതി എന്നാ. ഓണോ ക്രിസ്മസ് കടാ, നീ അവിടെ വല്ലതും ഇരിക്കടാ. ഈ വണ്ടിക്കൂലിയൊക്കെ വിഷയമാണേ. ആ അമ്മ വീട്ടിലുണ്ടെങ്കിലേ ഉള്ളൂ നമ്മളെ ഇങ്ങനെ വിളിക്കുകയും പോവുകയും വല്ലതൊക്കെ തരികയെ. ഞാൻ പറഞ്ഞത് സോറോസ് ഇല്ലാത്ത ആരുമില്ല. എവരിബഡി ഹാസ് ഇറ്റ്. അതുള്ളവർ പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജയിക്കുകയാണ്, ആശ്വസിക്കുക. ആരാധനയ്ക്ക് വരുന്നത് ഭാരവും ദുഃഖവുമായിട്ടാണ്. പക്ഷേ അത് ഇറക്കി വെച്ച് നമ്മൾ മടങ്ങും. യേശുവിൻ്റെ കൈ കൊണ്ട് കണ്ണീർ തുടയ്ക്കും. ബൈബിളിൽ ഒരു വാക്യമാണ്, അമ്മയുടെ ഇല്ലായ്മയുടെ ദുഃഖം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എനിക്ക് ശക്തിപ്പെട്ട ഒരു വാക്യം വെളിപ്പാട് പുസ്തകത്തിലെ 21 വാക്യമാണ്, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ലോകത്തിൽ ആരും തുടച്ചാൽ ശരിയാകത്തില്ല നിങ്ങളുടെ കണ്ണീര്. എൻ്റെ കർത്താവ് കണ്ണീർ തുടങ്ങി. Even this morning I say, in a proper address I would say, God shall wipe away your tears. കരമൂർത്തി എല്ലാവരും സമർപ്പിച്ചാട്ട് God shall wipe away my tears. And then everything negative and adverse I just trade off in the church, and I take in my joy and happiness and everything that is positive. I get home with all these experiences, and then I submit my body
as a living sacrifice for the glory of the Lord. I've come not to watch the music, to enjoy the service. Rather, I've come to personally worship the Lord. Give him what I have. Give him what I have. Amen.